നമ്മുടെ ദിയാകൃഷ്ണ പറയുന്നത് ഒരു പ്ലേറ്റ് ചോറ് കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതിയെന്നാണ്. നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു കറിയുടെ പേരാണ് ഉള്ളിത്തൊക്ക്. ഒരു മൺചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ച ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 4-5 വെളുത്തുള്ളിയും അതിലേക്ക് കുറച്ച് ഉള്ളിയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ എണ്ണയിൽ തന്നെ വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 പച്ചമുളകാണ്, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കളർ മാറി വരുമ്പോഴത്തേക്ക് 2 തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇളക്കി. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാവേ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയാണ്. ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റി ആ പച്ചമരണമൊക്കെ മാറുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിഴിഞ്ഞ് ആ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. അതൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുമ്പോഴത്തേന് പറ്റി വരണം. ആ പറ്റി വരുന്ന പരുവത്തിൽ നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിക്കുന്നത്. ഇതിനി ഒന്ന് നന്നായിട്ടൊന്ന് പറ്റി എണ്ണ തെളിയുമ്പോഴത്തേനും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉള്ളിത്തൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദിയാകൃഷ്ണ പറഞ്ഞത് ശരിയായിട്ടോ. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ അടിപൊളിയാണേ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.